ബ്രൂവറി അനുമതിയിൽ വിവാദം കൊഴുക്കുന്നതിനിടെ വ്യവസായ സംരംഭങ്ങൾക്ക് ഇളവ് നൽകി സർക്കാർ. കാറ്റഗറി 1 വ്യവസായ സംരംഭങ്ങൾക്ക് ഇനി തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ആവശ്യമില്ല. രജിസ്ട്രേഷൻ മാത്രം മതിയാകുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ബോർഡിന്റെ അനുമതിയും ചട്ടങ്ങളും ഇതൊക്കെ പെർമിറ്റുകളൊക്കെ ആവശ്യമുള്ളതാണ്. അതെനിക്ക് നോക്കിയാലേ പറയാൻ പറ്റും. നിങ്ങൾ ബ്രൂവറിയെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് നോക്കിയിട്ടില്ല. നമ്മുടെ മുമ്പിൽ അതല്ല വിഷയം. ഇപ്പൊ ഇവിടെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഒരൊറ്റ കാര്യത്തിൽ ചിന്തിച്ച് കുതിരയുടെ കണ്ണ് കെട്ടിയതുപോലെയാണ്. പാലക്കാട് ബ്രൂവറിക്ക് വേണ്ടിയാണോ ലൈസൻസ് ഭേദഗതി എന്ന ചോദ്യത്തിൽ നിന്നും അതേസമയം ഒഴിഞ്ഞു മാറുകയും ചെയ്തു മന്ത്രി. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, അപ്പോൾ നീട്ടിയെറിയുകയാണോ വ്യവസായത്തിൻ്റെ ഒക്കെ തന്നെ പേര് പറഞ്ഞുകൊണ്ട് ഈ കാറ്റഗറി 1 ബന്ധപ്പെട്ട് എന്താണ് മന്ത്രിക്ക് പറയാനുള്ളതും നിലവിലെ ഈ കാറ്റഗറി 1 പ്രസക്തി? പ്രജീഷ്, ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് വാർത്താസമ്മേളനം വിളിച്ചത് ഈ പഞ്ചായത്ത് രാജ് ചട്ടങ്ങളിലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനാണ്. നിലവിൽ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുന്നതിൻ്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ നടപടികൾ കൂടുതൽ ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഈ ഇളവുകൾ നൽകുന്നതും ഭേദഗതി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു റിപ്പോർട്ടും ശുപാർശയും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്, മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ സർക്കാർ ഈ ശുപാർശകൾ പരിഗണിച്ചുകൊണ്ട് അതിൽ നിക്ഷേപ സൗഹൃദമാക്കാൻ ഉതകുന്ന ശുപാർശകൾ അംഗീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യം പറയാനാണ് മന്ത്രി MP രാജേഷ് പത്രസമ്മേളനം വിളിച്ചത്. ആ പത്രസമ്മേളനത്തിലാണ് പ്രധാനപ്പെട്ട ചില ഭേദഗതികൾ അദ്ദേഹം വിവരിച്ചത്. അതിൽ കാറ്റഗറി ആയിട്ട്, അതായത് വ്യവസായങ്ങളെ അല്ലെങ്കിൽ സംരംഭങ്ങളെ കാറ്റഗറൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ കാറ്റഗറി 1 വരുന്നത് ഫാക്ടറികളും മറ്റുമാണ്. കാറ്റഗറി 2 വരുന്നത് വാണിജ്യ സ്ഥാപനങ്ങളാണ്. കാറ്റഗറി 1 പെട്ട, അതായത് ഫാക്ടറികൾ അടക്കമുള്ള കാറ്റഗറി 1 പെട്ട വ്യവസായ സംരംഭങ്ങൾക്ക് ഇനി മുതൽ പഞ്ചായത്തിന്റെ ലൈസൻസ് വേണ്ട എന്നുള്ള ശുപാർശയാണ് സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത്. പല നീക്കങ്ങളും നടത്തി അവിശ്വാസം കൊണ്ടുവരാനുള്ള നീക്കം ഇലപ്പുള്ളിയിൽ. അപ്പോൾ ഇങ്ങനെ വളഞ്ഞ വഴി, പിൻവാതിൽ വഴിയൊക്കെ തന്നെ സർക്കാർ നോക്കുകയാണോ? കാരണം LDF പോലും ഒരു ഭിന്നാഭിപ്രായം നിലനിൽക്കെ അപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒരുക്കുക, ഇതാണോ മന്ത്രിയുടെ ഈ നീക്കത്തിൽ, ഈ സർക്കാരിൻ്റെ എക്സൈസ് വകുപ്പിൻ്റെ നീക്കത്തിന് പിന്നിലുള്ളത്? പ്രജീഷ്, അതിനു മുൻപ് ഈ വന്ന ഭേദഗതി എന്താണെന്ന് വ്യക്തമാകേണ്ടതുണ്ട്. അതായത് ഈ കാറ്റഗറി 1 ഫാക്ടറികൾ അടക്കമുള്ള സംരംഭങ്ങൾക്ക് ലൈസൻസ് ഇനി വേണ്ട, പഞ്ചായത്തിൻ്റെ രജിസ്ട്രേഷൻ മാത്രം മതി. അത് രജിസ്ട്രേഷൻ ഫീസ് കെട്ടിവെച്ചാൽ ഈ രജിസ്ട്രേഷൻ ലഭിക്കും. നേരത്തെയുള്ള ലൈസൻസ് ലഭിക്കാനുള്ള നൂലാമാലകളൊന്നും ഇനി ഉണ്ടാകില്ല. മൂലധന നിക്ഷേപത്തിൻ്റെ തോതനുസരിച്ചിട്ടായിരിക്കും ഈ രജിസ്ട്രേഷൻ ഫീസ് നിർണ്ണയിക്കുകയും ചെയ്യുക. മാത്രമല്ല ചില കാര്യങ്ങൾ കൂടി ഭേദഗതിയുണ്ട്. അതിൽ ഒന്ന്, അകാരണമായി രജിസ്ട്രേഷൻ നടപടികളിൽ നീട്ടിക്കൊണ്ടുപോകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയില്ല എന്നുള്ള ഒരു ശുപാർശ കൂടി സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അതിനൊപ്പം ഇത്തരം സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താൻ പൂർണ്ണമായ അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്നില്ല. സെക്രട്ടറിക്കോ മറ്റധികാരികൾക്കോ അവർ നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഈ ഫാക്ടറികളിലൊക്കെ പരിശോധന നടത്താനുള്ള അധികാരം. മറ്റൊന്ന്, ഈ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം ഈ സ്ഥാപനങ്ങൾ നടത്തിയാൽ അതിലും കയറി ഇടപെടാൻ നേരത്തെ ലൈസൻസ് റദ്ദാക്കുന്നതും സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതുമായ നടപടികളിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് അധികാരപ്പെട്ട വിഷയങ്ങളിൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ കാറ്റഗറി 1 സ്ഥാപനങ്ങളിൽ ഇടപെടാൻ പറ്റുകയുള്ളൂ എന്നാണ് ഈ അംഗീകരിച്ചിരിക്കുന്ന ശുപാർശ. അപ്പോഴാണ് ഒരു ചോദ്യം മന്ത്രിയുടെ മുന്നിലേക്ക് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി ഈ കാറ്റഗറി 1 പെടുന്നതാണോ? അത് സ്വാഭാവികമായ അത് ഫാക്ടറിയാണ്, അത് ഡിസ്റ്റിലറിയാണ്, അപ്പോൾ കാറ്റഗറി 1 തന്നെയാണ് വരുന്നത്. പക്ഷേ മന്ത്രി പറഞ്ഞത് എനിക്ക് പരിശോധിച്ചാൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ബ്രൂവറിക്ക് വേണ്ടിയിട്ടാണോ ഈ നിയമ ഭേദഗതി, ചട്ടഭേദഗതി കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇത് മാത്രമേ ഒരു നിലവിലെ ഒരു ചട്ടം അല്ലെങ്കിൽ നിലവിലെ ഒരു നിൽക്കുന്ന വ്യവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റമാണ്. അപ്പോൾ അക്കാര്യത്തിലൊരു തുറന്ന പറച്ചിലിൻ്റെയും എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന കാറ്റഗറിയുമായി ബന്ധപ്പെട്ട ഈ ഭേദഗതി, അത് ബ്രൂവറിക്ക് വേണ്ടിയാണ് ആ ലൈസൻസ്, ആ ഭേദഗതി സംബന്ധിച്ച് അതിൽ പറയാനുള്ള ബാധ്യസ്ഥത തദ്ദേശ മന്ത്രിക്കും ഇല്ലേ? എക്സൈസിൻ്റെ കൂടിയാണല്ലോ.
തീർച്ചയായിട്ടും പ്രജീഷ്, ഈ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്ന സമയമാണ് സംശയത്തിനിട നൽകുന്നത്. പ്രത്യേകിച്ച് എലപ്പുള്ളിയിൽ ഈ ബ്രുവറിക്ക് അംഗീകാരം, ഇന്നലത്തെ LDF യോഗം അതിന് അംഗീകാരം നൽകുന്നു. ആ LDF യോഗം പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. ആ ബ്രുവറിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിക്കുന്നു. അവിടെ പഞ്ചായത്തിൻ്റെ ഒരു തടസ്സം വരാൻ സാധ്യതയുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇന്ന് പൊടുന്നനെ മന്ത്രി ഈ പ്രത്യേക കമ്മിറ്റിയുടെ ശുപാർശകൾ അംഗീകരിച്ചുകൊണ്ട് ചട്ടഭേദഗതി വരുത്തുന്നു എന്നുള്ള നിലപാട്, സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഇത് പ്രഖ്യാപിക്കപ്പെട്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ള തീരുമാനമാണോ? അപ്പോൾ മന്ത്രി അതിന് വിശദീകരിച്ചത് നേരത്തെ തന്നെ ഇത്തരമൊരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ ശുപാർശകൾ നേരത്തെ തന്നെ സർക്കാരിൻ്റെ പരിഗണന, ശുപാർശകളല്ല, ഈ ഒരു നയം സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഈ ശുപാർശകൾ ലഭിച്ചത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. ഇതിൻ്റെ പൂർണ്ണമായ റിപ്പോർട്ട്, ഈ കമ്മിറ്റിയുടെ പൂർണ്ണമായ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നും മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പൊടുന്നനെ ഇതിനകത്തൊരു അസ്വാഭാവികമായ ധൃതി ഈ ചട്ടഭേദഗതിയിൽ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് തന്നെയാണ് സംശയം തോന്നിപ്പിക്കുന്നത്. ഈ എതിർസ്വരങ്ങളെയൊക്കെ തന്നെ ശമിപ്പിക്കുക, പ്രധാനപ്പെട്ട ഉടക്കിട്ട CPI ഒക്കെ തന്നെ അവരൊക്കെ മുട്ടുമടക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഒരു തുരുമ്പായി നിലനിന്നത് ഈ പറയുന്ന തദ്ദേശ സ്ഥാപനമാണ്, അവിടുത്തെ പഞ്ചായത്താണ്. അപ്പോൾ പഞ്ചായത്തിനെയൊക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ എതിർസ്വരങ്ങളെ ഇല്ലാതാക്കുക, അതിനുള്ള നീക്കങ്ങളാണോ ഈ പൊടുന്നനെ ഈ ധൃതിയാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത്, അല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല പഞ്ചായത്തിന് യാതൊരു ഇപ്പൊ ഈ ബ്രുവറിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇനി ഈ ചട്ടഭേദഗതി വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിന് ആ ബ്രുവറിയുമായി ബന്ധപ്പെട്ട ഒരു അധികാരവും ഇല്ലാതായി എന്ന് വേണം പറയാൻ. നേരത്തെ നമുക്കറിയാം കൊക്കക്കോളയുമായി ബന്ധപ്പെട്ട സമരം പാലക്കാട് നടന്നപ്പോൾ ആ കൊക്കക്കോള ജലചൂഷണം നടത്തുന്നു എന്ന് വ്യക്തമായപ്പോൾ അതിൽ കാര്യമായ ഇടപെടൽ നടത്തിയത് പെരുമാട്ടി പഞ്ചായത്താണ്. പഞ്ചായത്ത് രാജിന്റെ ചട്ടങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇടപെടൽ നടത്തിയത്. അപ്പോൾ ഈ ബ്രുവറിയിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ, നാളെ ഇപ്പോൾ ജലചൂഷണം ഇല്ല എന്ന് പറയുമ്പോഴും നാളെ ജലചൂഷണത്തിന്റെ വിഷയമൊക്കെ വന്നാൽ അതിൽ ഇടപെടുകയോ ആ ഫാക്ടറിയെ നിയന്ത്രിക്കാനോ പഞ്ചായത്തിന് യാതൊരു അധികാരവും ഇല്ല എന്നാണ് നമുക്കിപ്പോൾ ഈ ചട്ടഭേദഗതിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രുവറി വിഷയം നിൽക്കുമ്പോൾ തന്നെ ബ്രുവറിക്ക് അനുമതി നൽകുന്നതിന് പിന്നാലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം സംബന്ധിച്ച് പഞ്ചായത്ത് രാജ് ചട്ടങ്ങളിൽ തന്നെ ഭേദഗതി വരുത്താനുള്ള ഈ സർക്കാർ തീരുമാനം സംശയാസ്പദമാകുന്നത്. അത് ഉറപ്പായും ആ രീതിയിൽ തന്നെ സംശയിക്കപ്പെടുകയും ചെയ്യും. അതിൽ കൃത്യമായൊരു വിശദീകരണം നൽകാൻ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ബ്രുവറി ഈ കാറ്റഗറി 1 സംരംഭത്തിൽ പെടുന്നതാണോ, അത് പരിശോധിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റൂ എന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം കാറ്റഗറി 1 വരുന്നത് ഫാക്ടറിയാണ്, ഡിസ്റ്റിലറി ഒരു ഫാക്ടറിയാണ്. അപ്പോൾ അത് സ്വാഭാവികമായും കാറ്റഗറി 1 തന്നെ വരികയും ചെയ്യും. മാത്രമല്ല ഇതിൽ ഏത് രീതിയിലാണ് പഞ്ചായത്തുകൾക്ക് ഇടപെടാൻ പറ്റുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം ഉണ്ടായാൽ ഇടപെടാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് അവർക്ക് നൽകിയിട്ടുള്ള അധികാരത്തിൽ അല്ലെങ്കിൽ വിഷയങ്ങളിൽ മാത്രമേ ഇടപെടാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനോ അതല്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായും കടിഞ്ഞാൻ പഞ്ചായത്തുകൾക്ക് ലഭിക്കാനോ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഈ ചട്ടഭേദഗതി വരുന്നത്. അത് സ്വാഭാവികമായും അത് സമാനമായ രീതിയിൽ ഒരുപക്ഷെ ധൃതി പിടിച്ചുകൊണ്ട് ഈ പറയുന്ന ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് അത് ലക്ഷ്യമിട്ട് നടന്ന നീക്കങ്ങളൊക്കെ ഭാവിയിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി നമ്മളൊന്ന് പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ അതിലൊക്കെ ആശങ്ക ഒരുപക്ഷെ ഇനിയിപ്പോൾ പ്രതിപക്ഷമൊക്കെ തന്നെ ഇക്കാര്യത്തിലൊരു മറുപടി വിശദീകരണം വരണം. വീണ്ടും ഇനി മന്ത്രിയെ കാണുമ്പോഴുള്ള പ്രതികരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റൊക്കെ എങ്ങനെ ആയിരിക്കാം നമുക്ക് വിലയിരുത്താൻ കഴിയുകയെന്നത്? സ്വാഭാവികമായിട്ടും ഇത് എലപ്പുള്ളിയിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല. ഇത് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കാര്യത്തിൽ പഞ്ചായത്ത് രാജ് ചട്ടഭേദഗതിയാണ്. അപ്പോൾ എല്ലായിടത്തും ഇത് ഇംപ്ലിമെൻ്റ് ആകും സ്വാഭാവികമായിട്ടും. അപ്പോൾ പല പഞ്ചായത്തുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തരം വ്യവസായങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നാമമാത്രമായ ഒരു രജിസ്ട്രേഷൻ നൽകുന്ന നടപടി മാത്രമാണ് ഇനി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവുക. അതിനപ്പുറം ഒരു ഇടപെടൽ ഇത്തരം കാര്യങ്ങളിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ വരാനുള്ള സൗകര്യം ഒരുക്കുകയാണ് എന്നാണ് സർക്കാർ പറയുന്നത്. കൂടുതൽ നിക്ഷേപ സൗഹൃദമാക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളെ എന്നാണ് ഇതിന് സർക്കാർ നൽകുന്ന വിശദീകരണം. അതിനും അപ്പുറം ചില ആശങ്കകൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. അത് പൂർണ്ണമായും ദൂരീകരിക്കുന്ന ഒരു മറുപടി മന്ത്രിയിൽ നിന്നുണ്ടായില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പ്രജീഷ.